ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഉത്തരപർവ്വത മേഖലയുടെ 4ാമത്തെ ഭാഗത്തിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഉത്തരപർവ്വത മേഖലയെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. SCERT ചാപ്റ്റർ ലോകത്തിന്റെ നെറുകയിൽ നിന്നുള്ള ചാപ്റ്ററാണ് 4ാം ഭാഗം. എല്ലാവരും മുൻ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ കണ്ടിട്ട് തന്നെ വേണം ഈ ക്ലാസ് തുടർന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദിക്ക് ഇടയിലായിട്ടാണെന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അതല്ല എന്നാണെങ്കിൽ പാമീർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് പാമീർ പീഠഭൂമിയിൽ നിന്നും നമ്മുടെ കിഴക്ക് പൂർവാചൽ കുന്ന് വരെ വ്യാപിച്ചു കിടക്കുന്നതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ എൻ്റെ നീളം 2400 കിലോമീറ്റർ, വീതി 150-400 കിലോമീറ്റർ. അതുപോലെ അതിന്റെ ക്ലാസിഫിക്കേഷനിൽ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്ന് തിരിച്ചു. അതല്ല ഇനി നദിയുടെ അവിടെ പുഴ ഒഴുകുന്ന നദിയുടെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പർവ്വതങ്ങൾക്ക് കുറുകെയായിട്ട് ഒഴുകുന്ന നദികളുടെ ബേസിസിൽ പ്രാദേശികമായിട്ട് നമ്മൾ എങ്ങനെ തിരിച്ചു? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസും എല്ലാം നമ്മൾ കഴിഞ്ഞതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് വേണം ഇനി നമുക്ക് നോക്കാൻ വേണ്ടി. ഇനി വളരെ കുറച്ച് കാര്യങ്ങൾ, കാലാവസ്ഥ, നദീവ്യവസ്ഥ, ജനജീവിതം, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫാക്ട്സുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്കിനി പഠിക്കാനുള്ളത് കാലാവസ്ഥയെ പറ്റിയിട്ടാണ്. എന്താണ് കാലാവസ്ഥ വരിക? അപ്പോൾ നമുക്കറിയാം ഇത് ഉത്തര പർവ്വത മേഖലയാണ്. കാഠിന്യമായ ചൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഒരു മിതോഷ്ണ കാലാവസ്ഥ, അല്ലാന്നാണെങ്കിൽ അതിശൈത്യമായിട്ടുള്ള തീവ്ര ശൈത്യ കാലാവസ്ഥയിലേക്കുമായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ശരി, അപ്പോൾ ഉത്തരപർവ്വത മേഖലയാണ്. നമുക്കറിയാം ഈ ഭാഗം കൂടുതലും ഭാഗങ്ങളും എങ്ങനെയാണ്? മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ നമ്മുടെ കാശ്മീർ മേഖല അല്ലെങ്കിൽ ലഡാക്ക് മേഖല എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? തീവ്ര ശൈത്യമായിരിക്കും. ലഡാക്ക് എന്ന് പറയുന്നത് ശീത മരുഭൂമി എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ അല്ലേ. അപ്പോൾ തീവ്ര ശൈത്യ മേഖലയായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കാശ്മീർ ലഡാക്ക് മേഖല എന്ന് പറയുന്നത്. ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ഭാഗം കൊണ്ടൊക്കെ അത്യാവശ്യം മഴ ലഭിക്കുന്ന അല്ലെങ്കിൽ പർവ്വതത്തിന്റെ ഹൈറ്റ് കുറവായിട്ട് വരുന്നതാണ്. അപ്പോൾ ഉയർന്ന പർവ്വത ചരിവുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം തണുപ്പ് അല്ലെങ്കിൽ മഞ്ഞ് മൂടപ്പെട്ട പ്രദേശമാണ്. എന്നാൽ ശിവാലിക്കിന്റെ ഒക്കെ ഭാഗം കൊണ്ട് വരികയാണെങ്കിൽ ഹൈറ്റ് ഒക്കെ കുറവായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് മിതോഷ്ണ മേഖലയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കാം. മിതോഷ്ണമായിട്ടുള്ള പ്രദേശമാണ് അല്ലെങ്കിൽ കാലാവസ്ഥയാണ് നമുക്ക് ഈ ഒരു ഭാഗം ശിവാലിക്കിന്റെ അടിഭാഗം കൊണ്ടിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇനി നമുക്കറിയാം വടക്ക് കിഴക്കൻ ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കറിയാം അല്ലെ. അറബിക്കടൽ ശാഖയുണ്ട്, അറബിക്കടൽ ശാഖയും ഉണ്ട്, അതുപോലെ ബംഗാൾ ഉൾക്കടൽ ശാഖയും ഉണ്ട്. അപ്പോൾ ഈ അറബിക്കടൽ നമുക്ക് അത് അടുത്ത ചാപ്റ്ററിലോട്ടൊക്കെ സമതലങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എടുത്തു തരാൻ പറ്റും. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരുന്ന സമയത്ത് അതിന് 2 ശാഖകളായിട്ട് തിരിയുന്നുണ്ട്. അതിൽ അറബിക്കടൽ ശാഖയാണ് നമുക്ക് എവിടെ കേരളത്തിലും അതുപോലെ നമ്മുടെ ആരവല്ലിക്ക് സമാന്തരമായിട്ട് പോയിട്ട് പഞ്ചാബിന്റെ അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു ശാഖ എന്ന് പറയുന്നത്. അതവിടെ നിന്നോട്ടെ. ഇവിടുന്ന് നമുക്ക് അറബിക്കടൽ ശാഖ പോകുന്നുണ്ട്. ഈ അറബിക്കടൽ ശാഖയെ 2 ശാഖയായിട്ട് തിരിച്ചിട്ട് അതിൽ ഒരു ശാഖ ചെന്ന് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ മൗസിൻഡ്രം, ചിറാപൂഞ്ചിയൊക്കെ നമ്മുടെ കിഴക്കൻ കുന്നുകളിൽ വരുന്നതാണ്. അപ്പോൾ അവിടെയാണ് നല്ല രീതിയിൽ മഴ ലഭിക്കാൻ കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ വടക്ക് പടിഞ്ഞാറൻ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ്റെ തന്നെ ബംഗാൾ ശാഖ 2ആയി തിരിഞ്ഞിട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ അവിടെ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെ ചൂടും കുറവാണ്. നമ്മുടെ മൺസൂൺ കാലാവസ്ഥയ്ക്ക് കാരണമാകുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ മേഘാലയ പീഠഭൂമി ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ കാലാവസ്ഥയിൽ അത്ര മാത്രമാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ഇന്ത്യയുടെ വടക്കൻ അതിരായിട്ടാണ് ആര് വരുന്നത്? ഉത്തര പർവ്വത മേഖല വരുന്നത്. ഇന്ത്യയുടെ വടക്കൻ അതിരായിട്ട് ഈ ഉത്തര പർവ്വത മേഖല അല്ലെങ്കിൽ ഹിമാലയവും അതിൻ്റെ തുടർ പർവ്വതങ്ങളും ചേർന്നിട്ട് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ ഏഷ്യയ്ക്കും ഇടയിലായിട്ട് ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ തുടക്കത്തിലേ പറയുന്നത്
ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് നമുക്കറിയാം. ഇപ്പുറത്തായിട്ട് നമ്മുടെ ചൈന, നേപ്പാള് ആ ഭാഗങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഭാഗം കൊണ്ടിട്ട് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ അങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾക്കൊള്ളാത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഫ്ഗാനിസ്ഥാൻ, നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആണ്. അതിൽ അഫ്ഗാനിസ്ഥാൻ, ചൈന, മ്യാൻമർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന അയൽ രാജ്യങ്ങൾ പ്ലസ് ഇന്ത്യ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾക്കൊള്ളുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും അതുപോലെ മധ്യേഷ്യയ്ക്കും ഇടയിലായിട്ട് ഒരു കാലാവസ്ഥ വിഭാജകം, ഒരു ക്ലൈമറ്റ് ഡിവൈഡ് തീർക്കുന്നതാണ് ആരെന്ന് പറയുന്നത് ഈ ഉത്തരപർവ്വത മേഖല അഥവാ ഹിമാലയവും ഹിമാലയത്തിന്റെ തുടർ പർവ്വതങ്ങളും എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമുക്ക് താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിൽ എന്ത് കാലാവസ്ഥയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ ശൈത്യമുണ്ട്, എന്നാലും മിതോഷ്ണ കാലാവസ്ഥ, ചൂട് വളരെ കൂടുതലല്ല എന്നാൽ തണുപ്പും അത്ര നമ്മളുടെ ഒരു കഠിനമായ ശൈത്യം നമ്മൾ പറയുന്നില്ല. അപ്പൊ ഒരു മിതോഷ്ണ കാലാവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുക, ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിൽ കാണാനായിട്ട് സാധിക്കുക. എന്നാൽ ഉയർന്ന പർവ്വത ഭാഗങ്ങളിൽ നമുക്കിപ്പോൾ മൗണ്ട് എവറസ്റ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, ഓക്സിജൻ സിലിണ്ടർ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്താ സാധിക്കുന്നത്, അവിടെ തീവ്ര ശൈത്യമാണ്. അഥവാ ഒരു തുന്ദ്ര മേഖല എന്നൊക്കെ വരെ നമുക്ക് ഏത് ഭാഗം പറയാം, ഈ പറയുന്ന ഭാഗമൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ധ്രുവസമാനമായ എന്താണ് തീവ്ര ശൈത്യ കാലാവസ്ഥയാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുക, ഉയരമേറിയ പർവ്വതങ്ങളിൽ കാണാനായിട്ട് സാധിക്കുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഉത്തരപർവ്വത മേഖല നമ്മുടെ ഒരു കാലാവസ്ഥാ വിഭാജകമായിട്ട് തീർക്കുന്നു. ആർക്കൊക്കെ ഇടയിൽ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും അതുപോലെ മധ്യേഷ്യയ്ക്കും ഇടയിലായിട്ട്. ആരൊക്കെ ചേർന്നിട്ട്? ഹിമാലയ പർവ്വതവും ഹിമാലയ പർവ്വതത്തിന്റെ തുടർ പർവ്വതങ്ങളും ചേർന്ന്, അതായത് ഉത്തരപർവ്വത മേഖല. ഇതിൽ ഹൈറ്റ് കൂടിയ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ പർവ്വതങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ധ്രുവ സമാനമായ ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് കോമൺ സെൻസ് വെച്ച് തന്നെ ചിന്തിക്കാം, അവിടെ നിന്ന് തണുപ്പ് കുറഞ്ഞ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് വടക്ക് കിഴക്കൻ മേഖലയെ പറ്റിയിട്ടാണ്. അവിടെ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഈ മൺസൂൺ കാറ്റുകൾ അല്ലെ, നമ്മുടെ ഇവിടെ നിന്ന് പോകുന്ന ഈ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഒരു ശാഖ അവിടെ ചെന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ മേഘാലയ പീഠഭൂമി ഭാഗം കൊണ്ടിട്ട് നല്ല മഴ ലഭിക്കുന്ന, ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശവും ആണ്. അതുപോലെ ഈ ശിവാലിക്കിന്റെ താഴെയായിട്ടും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? മഴ ലഭിക്കുന്നുണ്ട്. ഈ ഭാഗം നമ്മുടെ ഗംഗാ സമുദ്രത്തിലേക്ക് കയറുന്ന ആ ഭാഗമുണ്ട്. ഈ അതേ ശാഖയുടെ, അതുപോലെ ഇവിടെ നിന്നുള്ള ശാഖയും തമ്മിലുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെയും എന്ത് ലഭിക്കുന്നുണ്ട്? മഴ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കാലാവസ്ഥയെ പറ്റി നമുക്ക് പറയാനുള്ളൂ. ക്ലിയർ ആണ്? ഇനി നമുക്ക് നദീവ്യവസ്ഥയാണ്. നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നമ്മുടെ ഇന്ത്യയിലുള്ള നദീ വ്യവസ്ഥയെ നമുക്ക് ഹിമാലയൻ നദികളെന്നും അതുപോലെ പെൻസിലാർ റിവേഴ്സ് ഒക്കെ നമുക്ക് തിരിക്കാൻ സാധിക്കും. അതിൽ നമ്മൾ പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് ഹിമാലയൻ നദികൾ. അപ്പൊ ഹിമാലയൻ നദികളിൽ പ്രധാനമായും നമ്മൾ പറയുന്നത് സിന്ധു നദിയുണ്ട്, അതുപോലെ ഗംഗാ നദി, ഇവിടെ നമുക്ക് ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അതിന്റെ പോഷക നദികളും കൂടെ ചേർന്നതാണ് ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം അഥവാ നദീവ്യൂഹം എന്ന് പറയുന്നത്. അപ്പോ സിന്ധു നദിയും സിന്ധുവിന്റെ പോഷക നദികളാണ് ആരൊക്കെ? ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. ഈ മേഖല വന്നിട്ട് ആർക്കായിരിക്കും മഴ നീരൊഴുക്ക് വ്യൂഹം ഏത് മേഖലയിലായിരിക്കും കൊടുക്കുക? വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കൊടുക്കുന്നത് സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും ചേർന്നാണ്. ആരൊക്കെയാണ് സിന്ധുവിന്റെ പോഷക നദികൾ? ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. ഈ നദികൾ ചേർന്നിട്ടുള്ള നദീവ്യൂഹമാണ് നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗം കൊണ്ടിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇനി ഗംഗാ നദിയും അതുപോലെ യമുന നദിയും അതിന്റെ പോഷക നദികളായിട്ടുള്ള നദികളൊക്കെ, ഇപ്പോൾ ഗംഗയുടെ ആണെങ്കിൽ ഘാഗ്ര, ഖണ്ഡക്, കോസി ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു വ്യൂഹമാണ് നമുക്ക് മധ്യ ഹിമാലയത്തിൽ അഥവാ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലോ അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയം നമുക്ക് പറയാം, ആ ഭാഗം കൊണ്ടിട്ട് കൊടുക്കുന്നത് ഏതാണ്? നമ്മുടെ ഗംഗ, യമുന, ഘാഗ്ര, ഖണ്ഡക്, കോസി ഇത്രയും നദികൾ ചേർന്നിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാം കാളി നദി, നമ്മൾ ഉത്തരാഖണ്ഡിനെ തിരിച്ചിട്ട് കാളി നദി വരെ എന്ന് പറഞ്ഞു. അപ്പൊ കാളി നദി എന്ന് പറയുന്നത് ഘാഗ്ര നദിയുടെ പോഷക നദിയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ക്ലിയർ ആണ്.
അപ്പോൾ ഇതാണ് ഗംഗാ നദിയുടെ മധ്യ നമ്മുടെ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്, അതായത് നേപ്പാൾ ഹിമാലയം എന്ന് നമുക്ക് പറയാം. അതുപോലെ ഈ ഭാഗങ്ങളിട്ട് ഉത്തരാഖണ്ഡ് ഹിമാലയം ഉണ്ട്. ഇതിന് കൊടുക്കുന്ന പ്രധാന നദികളാണ് ഏതെന്ന് പറയുന്നത് യമുന, ഗംഗ, ഗാഗ്ര, ഖണ്ഡ്, കോസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ആരെയും കൂടെ പഠിക്കാനുണ്ട്, നമ്മുടെ കിഴക്കൻ ഭാഗത്ത് അല്ലെ. അപ്പൊ അതാരായിരിക്കും? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയും ബ്രഹ്മപുത്രയുടെ പോഷക നദികളായിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസ് ഇതൊക്കെ ചേർന്നിട്ടാണ് എന്ത് കൊടുക്കുന്നത്? നമ്മുടെ കിഴക്കൻ മേഖലയില് നദീവ്യൂഹം ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇത്രയും നദികളാണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ നദികൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നറിയണം. അപ്പോൾ നമുക്കറിയാം സിന്ധു നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സിന്ധു നദി നമ്മുടെ മാനസ സരോവർ തടാകത്തിനടുത്ത് അല്ലെ. മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാനി, നമുക്കറിയാലോ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിച്ചു വരുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് കൂടുതലുള്ളത്? വെള്ളം നല്ല രീതിയിൽ വാട്ടർ കൂടാനുള്ള കാരണം എന്താണ്? ഈ ഹിമാനികൾ ഉരുകിയിട്ടാണ് അതിൽ ജലം കൂടുതലായിട്ട് എത്തുന്നത്, മഴയെ മാത്രം ആശ്രയിച്ചിട്ട്. അപ്പോ ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ മാനസ സരോവർ തടാകത്തിനടുത്ത് നമ്മുടെ ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും ചേർന്ന് വടക്ക് പടിഞ്ഞാറ് എന്ത് ലഭിക്കുന്നു? നമ്മുടെ നദീവ്യൂഹം സാധ്യമാക്കുന്നു. അപ്പൊ നീരൊഴുക്ക് വ്യൂഹം സാധ്യമാക്കുന്നതാണ് സിന്ധുവും സിന്ധുവിന്റെ പോഷക നദികളും. ആരൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സട്ലജ്. ക്ലിയർ. അടുത്ത് നമ്മൾ പറഞ്ഞു ഗംഗോത്രി ഹിമാലയിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിലുള്ള, നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയം പഠിച്ചിരുന്നു. അവിടെയുള്ള ഹിമാനികളാണ് ഗംഗോത്രി, യമുനോത്രി. അപ്പോൾ ഗംഗോത്രിയിൽ നിന്നും അതുപോലെ യമുനോത്രിയിൽ നിന്ന് യമുനയും വരുന്നു. അതിന്റെ പോഷക നദികളായിട്ടുള്ള ഗാഗ്ര, ഖണ്ഡ്, കോസി ഒക്കെ ചേർന്നിട്ട് എന്തിന്? നേപ്പാൾ ഹിമാലയത്തിനും അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെയും പ്രധാന നദീവ്യൂഹമായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ. അടുത്ത മാനസ സരോവർ തടാകത്തിൽ നിന്ന് തന്നെയാണ് ആര് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര. ഇവിടെ നമ്മൾ ബൊഗർച്ചു ഹിമാനി ആണെങ്കിൽ ഇവിടെ നമ്മൾ ബ്രഹ്മപുത്രയെ ചെമയുങ്തുങ് ഹിമാനി എന്ന് പറയുന്നു. ചെമയുങ്തുങ് ഹിമാനി. അപ്പോ മാനസ സരോവറിലെ ബൊഗർച്ചു ഹിമാനിയിൽ നിന്നും നമ്മളുടെ സിന്ധു നദി ഉത്ഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. അപ്പൊ ബ്രഹ്മപുത്രയും ബ്രഹ്മപുത്രയുടെ പോഷക നദികളായിട്ടുള്ള ദിബാങ്, ലോഹിത്, മാനസ് എന്നിവർ ചേർന്നിട്ട് നമ്മുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് എന്ത് കൊടുക്കുന്നു? നീരൊഴുക്ക് വ്യൂഹം സാധ്യമാക്കുന്നു. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ നദീ വ്യവസ്ഥയും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയാം, നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഹിമാലയൻ നദികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് അപർദന തീവ്രത എല്ലാം കൂടുതലാണ്. അപ്പോൾ അവർ ഓരോ നദീരൂപ അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പഠിച്ചു. അതിലൊന്നാണ് നമ്മൾ ഗിരികന്ധരങ്ങൾ പഠിച്ചത്. എങ്ങനെയാണ് കുത്തനെ അവിടെ താഴ്വാരങ്ങളിൽ അപർദനം കാരണം അവരുടെ എന്തുണ്ടാക്കുന്നുണ്ട്? ഗോർജസ് അഥവാ ഗിരികന്ധരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വെള്ളച്ചാട്ടങ്ങളും വീരൂപ താഴ്വരകളും ആര് സൃഷ്ടിക്കുന്നുണ്ട്? ഈ നദികൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതിന്റെ യുവത്വഘട്ടത്തിലൊക്കെയാണ് ഈ പറയുന്ന, നമുക്ക് അതിന്റെ പതനഘട്ടത്തിലേക്ക് നമ്മുടെ പതനസ്ഥാനത്തേക്ക് വരുമ്പോൾ അവർ മിയാൻഡ്രോ, ഓക്സ്ബോ അങ്ങനെയുള്ള ഒഴുക്ക് കുറയുമ്പോൾ ഉണ്ടാവുന്ന രൂപങ്ങൾ വേറെയാണ്. എന്നാൽ നല്ല രീതിയിൽ ഒഴുക്കുള്ള സമയത്ത് അപർദനം കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ടിട്ടാണ് എന്ത് നടക്കുന്നത്? വീരൂപ താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ വെള്ളച്ചാട്ടം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത് ഒഴുകുന്ന നദികളിൽ ആ ഭാഗത്ത് അവിടെയുള്ള ശിലകൾക്ക് എന്താണ്? കടുപ്പം കുറവാണ്. അപ്പോൾ ആ ശിലകൾക്ക് അപർദനം സംഭവിച്ചു കഴിയുമ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് വാട്ടർഫോൾസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് വാട്ടർഫോൾസ് എന്ന് പറയുന്നത്? ആ ശിലകൾക്ക് അപർദനം, കാഠിന്യം കുറഞ്ഞ ശിലകൾക്ക് അപർദനം അല്ലെങ്കിൽ ഈ പറയുന്ന ഇറോഷൻ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് ഉയർന്ന ഘട്ടങ്ങളിൽ വെള്ളച്ചാട്ടം അഥവാ വാട്ടർഫോൾസ് ഉണ്ടാവുന്നത്. ഇനി വി രൂപ താഴ്വരകൾ എങ്ങനെ ഉണ്ടാവുന്നു? ഈ വി ഷേപ്പ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ വി രൂപ താഴ്വര എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ നദികൾക്ക് എന്ത് കൂടുതലാണ്? അപർദന തീവ്രത കൂടുതലാണ്. അപ്പോൾ വശങ്ങളിൽ അപർദനം നടക്കുന്നതിനോടൊപ്പം തന്നെ അടിത്തട്ടിലും അപർദനം കൂടുതലായിട്ട് നടക്കുന്ന, അങ്ങനെ ഇതൊരു വി ഷേപ്പ് കൈവരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വി രൂപ താഴ്വരകൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ നദിയും നദീ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നദികൾ ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളുമാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഇതിൻ്റെ കൂടെ ഗിരികന്ധരങ്ങളും കൂടെ നമ്മൾ പഠിച്ചു വയ്ക്കാം.
ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് നമുക്ക് കാലാവസ്ഥയിലും അതുപോലെ നദീവ്യവസ്ഥയിലും പറയാനായിട്ട് ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം. കാലാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരപർവ്വത മേഖല ആർക്കൊക്കെ ഇടയിലായിട്ട് നമുക്കൊരു കാലാവസ്ഥ ഡിവൈഡ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ഡിവൈഡ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വിഭാജകം കൊണ്ടുവരുന്നു. നമ്മുടെ മധ്യേഷ്യയ്ക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും ഇടയിലായിട്ട് ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. അത് നമുക്കറിയാം. നമ്മളുടെ കാലാവസ്ഥ വിഭാജകത്തിൽ തന്നെ ഓരോ ഏരിയ അനുസരിച്ചിട്ട് ഇവിടുത്തെ കാലാവസ്ഥയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഉയരമേറിയ പർവ്വതങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ശൈത്യ കാലാവസ്ഥ അല്ലെങ്കിൽ തീവ്ര ശൈത്യ കാലാവസ്ഥയിലേക്ക് പോകാം. ധ്രുവ സമാനമായ രീതിയിലായിരിക്കും പോകുന്നത്. അങ്ങനെയുള്ള മേഖലകൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കാശ്മീർ മേഖല അല്ലെങ്കിൽ ലഡാക്ക് മേഖല എന്നൊക്കെ പറയുന്നത്. അവിടെ എന്താണ് തുന്ദ്ര മേഖലയായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ശിവാലിക്കിന്റെ ഭാഗങ്ങളിൽ മൺസൂൺ മഴയും ലഭിക്കുന്നുണ്ട്. അതുപോലെ പർവ്വതങ്ങൾക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ അവിടെ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. ഇങ്ങോട്ട് മൺസൂൺ കാലാവസ്ഥ കിട്ടും. കാരണം നല്ല രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. നമുക്ക് എവിടെ നിന്നുള്ള നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ഒരു ശാഖ അങ്ങോട്ട് ചെന്നിട്ട് നല്ല രീതിയിൽ മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അത് ക്ലിയർ ആണ്. പിന്നെ നമ്മൾ നദീ വ്യവസ്ഥയെ പറ്റി പറഞ്ഞു. 3 നദികളാണ് പ്രധാനമായിട്ടും ഹിമാലയൻ നദികൾ. ഏതൊക്കെയാണ്? സിന്ധു നദി, ഗംഗാ നദി, അതുപോലെ ബ്രഹ്മപുത്ര. അതിൽ സിന്ധുവിന്റെ പോഷക നദികളായിട്ടുള്ള ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവർ ചേർന്നിട്ട് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ അവിടുത്തെ നദി വ്യൂഹം സാധ്യമാക്കുന്നു. ഇനി നമ്മുടെ മധ്യ ഹിമാലയം ആയിട്ടുള്ള നേപ്പാൾ ഹിമാലയത്തിനും അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിനും ഒക്കെ കൊടുക്കുന്നതാണ് ഗംഗോത്രി, യമുനോത്രി എന്നീ ഹിമാലയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗ, യമുന നദികളും അതിന്റെ പോഷക നദികളായിട്ടുള്ള ഘാഗ്ര, ഗണ്ഡക്, കോസി എന്നിവർ ചേർന്നിട്ട് കൊടുക്കുന്നത്. നമ്മുടെ സിന്ധു നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? മാനസ സരോവർ തടാകത്തിലെ ബൊഗർച്ചു ഹിമാലയയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് വടക്ക് കിഴക്കൻ മേഖലയിൽ വന്നിട്ട് ബ്രഹ്മപുത്ര നദി മാനസ സരോവറിൽ നിന്ന് തന്നെ ചെമയുങ്തും ഹിമാലയയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ദിബാങ്, ലോഹിത്, മാനസ് എന്ന നദികൾ ചേർന്നിട്ടാണ് ഇവിടുത്തെ നീരൊഴുക്ക് വ്യൂഹം സാധ്യമാക്കുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? നദീവ്യവസ്ഥ കഴിഞ്ഞു. അതുപോലെ വെള്ളച്ചാട്ടവും വിരൂപ താഴ്വരയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വി എന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വിരൂപം പറഞ്ഞത്. സൈഡുകളിൽ അപരദനം നടക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് നടക്കുന്നുണ്ട്? അടിയിലും കൂടെ നമ്മുടെ നദിയുടെ അടിത്തട്ടിലും അപരദനം നടക്കുന്നതുകൊണ്ടാണ് വിരൂപ താഴ്വരയായിട്ട് വരുന്നത്. വെള്ളച്ചാട്ടമാണെങ്കിൽ നദിയുടെ ഒഴുക്കിനിടയിൽ എന്ത് സംഭവിക്കുന്നു? ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് വരുന്നതിന് നമ്മൾ വെള്ളച്ചാട്ടം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ എന്ത് നടക്കുകയാണ്? ഇറോഷൻ നടക്കുകയാണ്. ഏത്? കാഠിന്യം കുറഞ്ഞിട്ടുള്ള ശിലകൾക്ക് ഇറോഷൻ നടക്കുമ്പോഴാണ് വെള്ളച്ചാട്ടം ഫോം ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മണ്ണാണ്. മണ്ണ്. അപ്പോൾ നമുക്കറിയാം എന്ത് മണ്ണായിരിക്കും കാണാം? പർവ്വത മണ്ണാണ് അല്ലേ? അപ്പോൾ പ്രധാനമായിട്ടും പർവ്വത മണ്ണും വനമണ്ണുമാണ് എവിടെ കാണാൻ സാധിക്കുക? നമ്മുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണാനായിട്ട് സാധിക്കുക. പർവ്വത മണ്ണും വനമണ്ണും. അപ്പോൾ നമുക്കറിയാം. ഇനി ഇതിന്റെ ഈ ഘടനയിലനുസരിച്ചിട്ടൊക്കെ മണ്ണിന് നമുക്ക് വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുമെങ്കിൽ പോലും എല്ലാ മേഖലയിലും അതേ സോയിലല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രാദേശിക വ്യത്യാസങ്ങൾ മണ്ണിന്റെ ഘടനയിലൊക്കെ ഉണ്ട്. നമ്മൾ നോർമലി പറയുമ്പോൾ പർവ്വത മണ്ണും വനമണ്ണുമാണ് പ്രധാനമായിട്ടും നമ്മൾ പറയുക. അതുപോലെ നമുക്കറിയാം കാശ്മീരിന്റെ ഭാഗത്ത് വന്നിട്ട് കരേവാസ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും പർവ്വത മണ്ണും വനമണ്ണുമാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ഇത് ഡിപ്പോസിഷൻ, നദി ഒഴുകുമ്പോൾ ഡിപ്പോസിഷൻ ആദ്യം നടക്കുന്നത് വലിയ കല്ലുകൾ അല്ലെങ്കിൽ വലിയ തരികളായിരിക്കില്ല ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഉയരം കൂടിയിട്ടുള്ള ചരിവുകളിൽ എന്തായിരിക്കും? വലിയ തരികളായിരിക്കും നിക്ഷേപിക്കപ്പെടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഉയരമേറിയ ചരിവുകളിൽ വലിയ തരികളായിരിക്കും. അതുപോലെ ജൈവാംശം കുറവുമായിരിക്കും. എന്നാൽ താഴ്വര ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് എന്ത് സംഭവിക്കും? നമ്മളുടെ നദിയുടെ ഈ അപരദനത്തിന്റെ ഇത് കുറയുകയും അവിടെ നിക്ഷേപണം കൂടുമ്പോൾ അതിന്റെ മീൻസ് അവിടെ നേർത്ത തരികളായിട്ടാണ് അവിടെ നിക്ഷേപിക്കപ്പെടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അതുപോലെ ജൈവാംശം എന്താണ്? കൂടുതലാണ്. നമ്മൾ എക്കൽ മണ്ണൊക്കെ പറയുമ്പോൾ ജൈവാംശം കൂടുതലാണ്. അപ്പൊ നമുക്ക് അറിയാം എന്താണ്? താഴ്വര ഭാഗത്തേക്ക് വരുമ്പോൾ തരികളുടെ വലിപ്പം കുറയും. അതായത് അപരദനമൊക്കെ നടന്ന് അവസാനം അത് നിക്ഷേപണത്തിന്റെ ഇതിലേക്ക് വരും. അപ്പോൾ അവിടെ വളരെ ചെറിയ രീതിയിലുള്ള തരികളായിട്ട് മാറുകയും ജൈവാംശം കൂടുകയും. അപ്പൊ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നോക്കാം. തരികളുടെ വലിപ്പം കുറയുമ്പോൾ ജൈവാംശം കൂടുന്നു. ഉയർന്ന ചരിവുകളിൽ
തരികളുടെ വലിപ്പം കൂടുതലാണ്, അപ്പോൾ ജൈവാംശം കുറവാണ്. ഇതാണ് നമ്മൾ മണ്ണിന്റെ ഘടനയിൽ പറയുന്നത്. താഴ്വര ഭാഗങ്ങളിലെ എക്കൽ മണ്ണിന്റെ നിക്ഷേപങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്കറിയാം. ഈ നമ്മുടെ ഗംഗാ സമതല ഉണ്ടായത് തന്നെ എക്കൽ മണ്ണിന്റെ നിക്ഷേപം കാരണമാണ്. അപ്പോൾ അതുണ്ടായത് നമുക്കറിയാം. അതുപോലെ കരേവാസ് പിവയ്ക്കുമാണ്, വെട്ടിക്കളയരുത്. കരേവാസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന, അപ്പൊ ഹിമാനികളിൽ നിന്ന് ഉള്ള അവസാദങ്ങൾ കൊണ്ടിട്ട് അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ കാരണം വരുന്നതാണ് കരേവാസ്. അത് എന്ത് കൃഷിക്ക് ഏറ്റവും പ്രയോജനകരമാണ്? കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്, അഥവാ സാഫ്രോൺ കൃഷിക്ക് അനുയോജ്യം ആണ്. കറക്റ്റ് ആണോ? എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ മണ്ണ് എന്നുള്ള ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് സസ്യജാലങ്ങളെ പറ്റിയിട്ടാണ് ഇനി പഠിക്കാനുള്ളത്. ചെറിയ ചെറിയ ടോപ്പിക്കാണ്, ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ട് തന്നെ വേണം തുടർന്ന് കാണാനായിട്ട്. അത് നല്ല രീതിയിൽ പഠിക്കാം. ഇത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സസ്യജാലങ്ങളാണ്. പറഞ്ഞോളൂ, എങ്ങനെയായിരിക്കും സസ്യജാലങ്ങൾ ഇവിടുത്തെ വരിക? നമുക്കറിയാം, ഇവിടുത്തെ സെയിം തന്നെ നമുക്ക് എന്തിന് വ്യത്യാസമുണ്ട്? നമ്മുടെ ഉയരത്തിനനുസരിച്ചിട്ടൊക്കെയുള്ള വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അതുപോലെ മണ്ണിനും കാലാവസ്ഥ, ഇതിനൊക്കെ ഈ ഘടകങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് സസ്യജാലങ്ങളിലും അവിടെയുള്ള നൈസർഗിക സസ്യജാലങ്ങളിലും വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. നൈസർഗികം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ കാലക്രമേണ അവിടെ തനതായിട്ടുണ്ടായി വന്ന സസ്യജാലങ്ങളെയാണ് നമ്മൾ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാകുന്നതല്ല, പ്രകൃതിയോട് ഇണങ്ങിയിട്ട് അവിടെ തന്നെ ഉണ്ടായി വരുന്നതിനെയാണ് നമ്മൾ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കിഴക്കൻ ഹിമാലയത്തിനും അതുപോലെ വടക്ക് കിഴക്കൻ കുന്നുകളിലുമല്ല, നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കാലാവസ്ഥ പറഞ്ഞപ്പോൾ അവിടെ മൺസൂൺ കാലാവസ്ഥയാണ്. അതായത് 200 സെന്റിമീറ്ററിനും കൂടുതലായിട്ട് എന്ത് ലഭിക്കുന്നുണ്ട്? ഈ ഭാഗത്ത് മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 200 സെന്റിമീറ്ററിനും കൂടുതലായിട്ട് മഴ ലഭിക്കുക എന്ന് അർത്ഥമാക്കുമ്പോൾ എന്താണ്? അവിടെ ആവശ്യത്തിന് മഴയുണ്ട്. അപ്പോൾ ഇവർക്ക് ഇല പൊഴിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഇത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് വെള്ളം ലഭിക്കാത്ത ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം വേണം. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇലകൾ ഷെഡ് ചെയ്യും. അപ്പോൾ ഇവിടെ അതിനുള്ള ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? 200 സെന്റിമീറ്ററിന് മുകളിലേക്ക് ഇവിടെ മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള സസ്യജാലങ്ങൾ എങ്ങനത്തെ സസ്യജാലങ്ങളായിരിക്കണം? നിത്യഹരിത വനങ്ങൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ എന്താണ്? വടക്ക് കിഴക്കൻ സസ്യങ്ങൾ, വടക്ക് കിഴക്കൻ മേഖലയിൽ വന്നിട്ട് നമ്മുടെ സസ്യജാലങ്ങൾ എന്തായിരിക്കും? നിത്യഹരിത വനങ്ങളായിരിക്കും. നിത്യഹരിത വനങ്ങളായിരിക്കും. കാരണം എന്താണ്? മഴ അവിടെ 200 സെന്റിമീറ്ററിനും മുകളിലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 200 സെന്റിമീറ്ററിന് മുകളിലായിട്ട് മഴ ലഭിക്കുന്ന കിഴക്കൻ ഹിമാലയത്തിനും അവിടുത്തെ കുന്നുകളിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? നിത്യഹരിത വനങ്ങൾ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇനി ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ ഊഷ്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിൽ നമുക്ക് കാണുന്ന നൈസർഗിക സസ്യജാലങ്ങളിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നിത്യഹരിത വനങ്ങൾ കാണുന്നതിന്റെ കാരണം 200 സെന്റിമീറ്ററിന് മുകളിലേക്ക് മഴ ലഭിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ നമുക്ക് ഉയരത്തിനനുസരിച്ചിട്ട് ഈ നിത്യഹരിത വനങ്ങൾ മുതൽ എങ്ങോട്ട് വരെ നമുക്ക് കാണാൻ പറ്റും? തുന്ദ്ര മേഖലയിൽ, തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിത്യഹരിത വനങ്ങൾ വരാനുണ്ടായ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ആണ്. ഇനി ഇവിടെ പ്രാദേശികമായിട്ട് തന്നെ ഹൈറ്റിന്റെ ഡിഫറൻസിൽ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. എങ്ങനെയാണ്? 1000 മുതൽ 2000 മീറ്റർ വരെ, 1000 മുതൽ 2000 മീറ്റർ ഹൈറ്റ് വരെ ഉയരത്തിൽ നമുക്ക് ആർദ്ര മിതോഷ്ണ വനങ്ങളാണ് കാണാൻ സാധിക്കുക. ആർദ്ര മിതോഷ്ണ വനങ്ങൾ, മിതോഷ്ണ വനം തന്നെ, അതിൽ ആർദ്രം കുറച്ചും കൂടെ എന്താണ്? അവിടെ ജലത്തിന്റെ അംശം കൂടുതലാണ്. അപ്പോൾ 1000, 2000 മീറ്ററിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ താഴ്വരകളിലാണെങ്കിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അർദ്ധ നിത്യഹരിത വനങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുക. താഴ്വരകളിലൊക്കെ ആണെങ്കിൽ അർദ്ധ നിത്യഹരിത വനങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുക. ഇനി 1000നും 2000നും ആണെന്നുണ്ടെങ്കിൽ ആർദ്ര മിതോഷ്ണ വനങ്ങളാണ് കാണാൻ സാധിക്കുക. അതുപോലെ നമുക്കറിയാം അല്ലെ, നമ്മൾ കാശ്മീർ മേഖലയിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്? സ്തൂപികാഗ്ര വൃക്ഷങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ക്രിസ്മസ് ട്രീ ഒക്കെ പോലെ
എന്തുകൊണ്ടാ മഞ്ഞ വീഴ്ചയൊക്കെ കോമൺ ആണ്. അപ്പൊ സ്തൂപികം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്നതാണ്. അപ്പൊ സ്തൂപികാഗ്രമായിട്ടുള്ള വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് പൈൻ, ദേവദാരു എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ പ്രദേശത്തിന്റെ ഉയരത്തിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ചിട്ട് ഉയരം കുറഞ്ഞിട്ടുള്ള സസ്യങ്ങളായിട്ടുള്ള ജൂനിപ്പറും റോഡോഡെൻഡ്രോൺ തുടങ്ങിയ സസ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്താണ്, ഇവിടെയുള്ള സസ്യജാലങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം വടക്ക് കിഴക്കൻ മേഖലയിൽ മഴ കൂടുതലാണ്, അതുകൊണ്ട് 200 സെന്റിമീറ്ററും കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ നിത്യഹരിത വനങ്ങളാണ് കാണുന്നത്. ഇനി കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള മേഖലയിലാണെങ്കിൽ അർദ്ധ നിത്യഹരിത വനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഹിമാലയത്തിന്റെ തന്നെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ 1000-2000 മീറ്ററിലെ ഇടയിലാണെങ്കിൽ അവിടെ നമുക്ക് ആർദ്രമിതോഷ്ണ വനങ്ങളാണ് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു. സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ നമുക്ക് പൈൻ, ദേവദാരു ഒക്കെ എക്സാമ്പിൾ പറയാം. പിന്നെയും ഹൈറ്റ് കൂടുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ വനങ്ങളായിട്ടുള്ള ജൂനിപ്പറും റോഡോഡെൻഡ്രോൺ എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വന്യജീവി സമ്പത്ത് പറഞ്ഞോളൂ. അവിടെയുള്ള വന്യജീവി സമ്പത്ത് ഏതായിരിക്കും? യാക്ക് പോലുള്ള മൃഗങ്ങളാണ് അല്ലെ. അപ്പോൾ കാശ്മീർ മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ യാക്ക്, കസ്തൂരിമാൻ ഇതുപോലുള്ള മൃഗങ്ങളെയാണ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മുടെ ആസാമിലൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അപ്പോൾ സ്വാഭാവിക വനഭൂമി ധാരാളമുള്ള ഹിമാലയ പ്രദേശമാണ്. അപ്പൊ ഇവിടെ വന്യജീവി സമ്പത്തും ധാരാളമായിട്ട് തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ കാണുന്ന മൃഗങ്ങളെ എടുത്ത് നമ്മൾ പറയുമ്പോൾ അതിലേതൊക്കെയാണ്? യാക്ക്, അതുപോലെ കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. അതുപോലെ നമുക്കറിയാലോ ഹെമിസ് എന്ന ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഏതാണ്? ഹിമപ്പുലിയാണ്. അപ്പോൾ ഹിമപ്പുലി. ഇതൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ചിട്ട് ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, യാക്ക്, കസ്തൂരിമാൻ, അതുപോലെ ഹിമപ്പുലി അങ്ങനെയുള്ള വന്യജീവി സമ്പത്താണ് നമുക്ക് ഈ ഉത്തരപർവ്വത മേഖലയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരുപാട് എന്തുണ്ട്, ഇങ്ങനെ ഒരു മേഖല ആയതുകൊണ്ട് തന്നെ നമുക്ക് നാഷണൽ പാർക്സും അതുപോലെ ജൈവമണ്ഡല റിസർവുകൾ ഇതെല്ലാമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നോക്കൂ, നമുക്ക് ആദ്യം നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. എങ്ങനെയാണ്? ഈ ഭാഗം വന്നിട്ട് പടിഞ്ഞാറൻ ഭാഗവും ഈ ഭാഗം വന്നിട്ട് കിഴക്കൻ ഭാഗവുമാണ്. അപ്പൊ നോക്കാം, നമുക്ക് കിഴക്കൻ ഭാഗത്ത് ഉള്ള ദേശീയോദ്യാനങ്ങൾ അല്ലെങ്കിൽ ജൈവമണ്ഡല റിസർവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമുക്ക് കിഴക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പറഞ്ഞോളൂ, ഇവിടെ ആസാമിന്റെ ഭാഗത്ത് നമുക്ക് ഏതറിയാം? ആസാമിന്റെ ഭാഗത്ത് വന്നിട്ട് നമുക്ക് അസമില് കാശിരംഗ അറിയാം അല്ലെ. അപ്പൊ കാശിരംഗ അസമിലാണ്. കാശിരംഗ. അതുപോലെ നമുക്കറിയാം ഏതാണ്? മാനസ്. അപ്പൊ അതെവിടെയാണ്? അസം മേഖലയിൽ തന്നെയാണ്. ഇനി നമുക്ക് ഏതറിയാം? ദിബ്രു-സൈഖോവ. നമ്മൾ ദിബ്രുഗഡൊക്കെ അവിടെ ഓയിൽ ഇതിൻ്റെതായിട്ട് നമുക്ക് അറിയാലോ. അപ്പൊ ദിബ്രു-സൈഖോവ ഇത്രയും വന്നിട്ട് എവിടെയാണ്? അസമിലാണ്. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, പടിഞ്ഞാറനും കിഴക്കനുമായിട്ട് തിരിച്ചു. അപ്പൊ അതില് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എടുക്കാം. കാശിരംഗ, മാനസ്, ദിബ്രു-സൈഖോവ. ഇനി നമുക്കറിയാം സിക്കിമിലാണ് ആരുള്ളത്? നമ്മുടെ കാഞ്ചൻജംഗ ഉള്ളത്. അപ്പൊ നമ്മുടെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് ആര്? കാഞ്ചൻജംഗ. അപ്പോൾ കാഞ്ചൻജംഗ, സിക്കിം. കാഞ്ചൻജംഗ, സിക്കിം. ക്ലിയർ ആണോ? അപ്പോൾ കാശിരംഗ, മാനസ്, ദിബ്രു-സൈഖോവ ആസാം ആണെങ്കിൽ കാഞ്ചൻജംഗ സിക്കിം. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സിക്കിം ആണല്ലോ. ഇനി നമുക്ക് ആരെയും കൂടി ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മണിപ്പൂരിൽ നമുക്ക് മണി ഉണ്ടെങ്കിലാണ് ലോകം കാണാൻ പോകാൻ പറ്റുള്ളൂ. ആ ലോക്തക് തടാകത്തിൽ ആരുണ്ട്? കെയിംബിൾ ലംജാവോ ദേശീയോദ്യാനം. അപ്പോൾ കെയിംബിൾ ലംജാവോ. ക്ലിയർ ആയോ? കെയിംബിൾ ലംജാവോ ദേശീയോദ്യാനം. അപ്പോൾ കാശിരംഗ, മാനസ്, ദിബ്രു-സൈഖോവ ആസാമിലാണെങ്കിൽ കാഞ്ചൻജംഗ സിക്കിമാണ്. കെയിംബിൾ ലംജാവോ നമ്മൾ മണിപ്പൂരിൽ ലോക്തക് തടാകത്തിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇത്രയും മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. നോക്കൂ, കാശിരംഗ, മാനസ്, ദിബ്രു-സൈഖോവ അസം, കാഞ്ചൻജംഗ സിക്കിം, കെയിംബിൾ ലംജാവോ മണിപ്പൂർ ലോക്തക് തടാകത്തിൽ. ക്ലിയർ? ഇനി നമുക്ക് ഏത് ഭാഗം പഠിക്കാം? പടിഞ്ഞാറ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞോ, ഉത്തരാഖണ്ഡിലുള്ളത്. ഉത്തരാഖണ്ഡിൽ നമുക്ക് ഏതറിയാം? ജിം കോർബറ്റ് അറിയാം അല്ലെ. ജിം കോർബറ്റ് ദേശീയോദ്യാനം നമുക്കറിയാം. കടുവകൾക്ക് പ്രസിദ്ധമായിട്ടുള്ളതാണ്. അപ്പൊ ജിം കോർബറ്റ് നമുക്കറിയാം. പിന്നെ നമുക്കറിയാം രാജാജി ദേശീയോദ്യാനം.
രാജാജി. അപ്പൊ നമുക്ക് രാജാവല്ലേ ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുന്നത്, ഓരോ ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുന്ന രാജാവാണ്. അപ്പൊ രാജാജി എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് എന്ത് പറയുന്നത് നമ്മുടെ രാജാജി ദേശീയോദ്യാനം. അതുപോലെ പൂക്കളുടെ താഴ്വര, പൂക്കളുടെ വാലി ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ താഴ്വര, അതും എവിടെ തന്നെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഇനി നമുക്ക് ആരെ അറിയാം? നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ ഹിമപ്പുലിയുടെ സംരക്ഷണാർത്ഥം കൊണ്ടുവന്നത് ഏതാണ്? ഹെമിസ് ഉണ്ടല്ലേ? ഹെമിസ് എവിടെയാണ്? ലഡാക്കിലാണ്. ഹെമിസ് ലഡാക്കാണ്. ഇനി ആരെയും കൂടെ പഠിക്കാനുണ്ട്? ജമ്മു കാശ്മീരിലെ ഡച്ചിക. നമ്മൾ ഡച്ചിഗാമൊക്കെ നമ്മൾ ഓൾറെഡി സിയുടെ ഭാഗമായിട്ടൊക്കെ ഡാമിന്റെ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഡച്ചിക അതെവിടെയാണ്? ജമ്മു കാശ്മീർ. ക്ലിയർ ആണോ? രണ്ട് ഭാഗങ്ങളും ക്ലിയർ ആണോ? നോക്കൂ, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന ദേശീയോദ്യാനങ്ങളാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കോ, കാശിരംഗ, മാനസ്, ദിബ്രു സൈഖോവ ആസാമിലാണ്, കാഞ്ചൻജംഗ സിക്കിമിലാണ്, കേമിൾ ലംജാവോ മണിപ്പൂരിലാണ്. ക്ലിയർ ആയിട്ട് ഇവിടെ തന്നെ പഠിച്ചു പോകണം, വേറൊരു ടൈം എടുക്കരുത്. കാശിരംഗ, മാനസ്, ദിബ്രു സൈഖോവ, കാഞ്ചൻജംഗ സിക്കിം, കേമ്പിൾ ലംജാവോ മണിപ്പൂർ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമുക്ക് ഉത്തരാഖണ്ഡിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ രാജാജി ദേശീയോദ്യാനം, പൂക്കളുടെ താഴ്വര, ജിം കോർബറ്റ്. ഹിമപ്പുലിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഹെമിസ് എടുക്കാം. ഡച്ചിക, ജമ്മു കാശ്മീർ. ഇത്രയുമാണ് ആ ഭാഗത്ത് നമുക്ക് ദേശീയോദ്യാനങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഏത് ഭാഗമാണ് എടുക്കാനുള്ളത്? കൃഷിയാണ്. കൃഷി നോക്കൂ, ഭൂപരമായ പരിമിതികളൊക്കെ കാരണം ഇവിടെ എന്ത് കുറവാണ്? കൃഷി താരതമ്യേന കുറവാണ്. നമുക്കറിയാം പർവ്വത ചെരുവാണ് അല്ലെങ്കിൽ ശൈത്യമേഖലയാണ്. അതുപോലെ കുന്നിൻപുറത്തൊക്കെ കൃഷി സാധ്യമാകുന്ന ടെറസ് കൾട്ടിവേഷൻ പോലുള്ള കൃഷികളുണ്ട്. എന്നാലും നമ്മുടെ സമതല ഭാഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൃഷി ഇവിടെ പരിമിതമായിട്ടാണ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തൊക്കെ കാരണമാണ്? പാകമാകാത്ത മണ്ണ് അല്ലെ? കാരണം പാകമാകുന്ന മണ്ണുകൾ കാണുന്നത് എവിടെയാണ്? താഴ്വരകളിലേക്ക്, നമ്മുടെ സമതല ഭാഗങ്ങളിലേക്ക് വരുമ്പോഴാണ്. ഇവിടെ നമുക്ക് പാകമാകാത്ത അപരിതലം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാകമാകാത്ത മണ്ണിലെ കൃഷി അത്ര യോഗ്യമല്ല. അപ്പൊ അതൊരു കാരണമാണ്. ഉയരം കാരണമാണ്. അതുപോലെ ചെങ്കുത്തായിട്ടുള്ള ചെങ്കുത്തായിട്ടുള്ള ചരിവുകൾ കാരണം അവിടെ കൃഷി സാധ്യമല്ല. അതുപോലെ കുറഞ്ഞ താപനില. ഇപ്പൊ നമുക്ക് നെല്ല് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമുക്ക് 24 ഡിഗ്രി സെൽഷ്യസ് വേണം. അതുപോലെ മഴയാണെങ്കിൽ ഒരു 150 അടുത്ത് വേണം. അപ്പോൾ 150 ഡിഗ്രി നമ്മുടെ ഇതിനടുത്ത് സെന്റിമീറ്ററോളം നമുക്ക് എന്ത് വേണം? നെല്ലിന് വേണം. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാവുന്ന ഘടകങ്ങളാണ്. അപ്പൊ അവിടെ താപനില കുറവാണ്. അതുപോലെ പാകമാകാത്ത മണ്ണ്, കുത്തനെയുള്ള ചരിവ്, ഉയരം കൂടുതൽ, ഇതൊക്കെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നെല്ല്, പയറുവർഗ്ഗങ്ങള്, ഉരുളക്കിഴങ്ങ്, ഇങ്ങനെയുള്ള മിതോഷ്ണ പഴവർഗ്ഗങ്ങളൊക്കെ ഇവര് കൃഷി ചെയ്യുന്നുണ്ടതായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഈ ഭാഗത്ത് വന്നിട്ട് അസം എന്ന് പറയുന്നത് എന്ത് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ടി ഷേപ്പ് മാത്രമല്ല അസമിനുള്ളത്, ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം അസമിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എന്താണ്? തേയിലയാണ്. അതുപോലെ നമ്മൾ ഡാർജിലിംഗ് തേയില പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡാർജിലിംഗ് ഭാഗത്തൊക്കെ എന്ത് കാണും? തേയില കൃഷികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ളത് ഗോത്ര വിഭാഗങ്ങളാണ്. അവരവിടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു കൾട്ടിവേഷനും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് എന്താ പറയുന്നത്? സ്ഥാനമാറ്റ കൃഷി. ഓരോ ഏരിയയിൽ കൃഷി ചെയ്യുന്നു, അവിടെ നിന്ന് പോകുന്നു. അങ്ങനെയുള്ള സ്ഥാനമാറ്റ കൃഷിയും കൂടെ ഇവിടെ കാണാൻ സാധിക്കും. വടക്ക് കിഴക്കൻ ഭാഗത്ത് ഗോത്ര വിഭാഗങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത്രയുമാണ് പറയുന്നത്. പിന്നെ ഇവിടെ മൃഗപരിപാലനത്തെ പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാം ഇവർക്ക് കൃഷിയേക്കാളും അവരുടെ ഉപജീവന മാർഗമായിട്ട് അവരെടുക്കുന്ന എന്താണ്? മൃഗപരിപാലനമാണ്. ഇപ്പൊ ലഡാക്കിലൊക്കെ നമ്മൾ യാക്ക് പോലുള്ള മൃഗങ്ങളും ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇവിടെ ഒരു പ്രത്യേക ഒരു ടേം പറയുന്നുണ്ട്. ഈ ആട്ടിടയ അല്ലെങ്കിൽ ഇടയ വിഭാഗക്കാരെ പറയുന്ന പേരാണ് ഗുജ്ജർ. നമ്മൾ മർഗ് പഠിച്ചു, പുൽമേടാണെന്ന്. എവിടെ? നമ്മുടെ കാശ്മീർ ഹിമാലയം പറഞ്ഞപ്പോൾ. അതിനുശേഷം നമ്മൾ നമ്മുടെ ബുഗ്യാലുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ബുഗ്യാൽ എന്ന് പറയുന്നത് നമ്മൾ എവിടെ പഠിച്ചതാ? നമ്മുടെ ഉത്തരാഖണ്ഡ് ഹിമാലയത്തില് ഗഡ്വാൾ മേഖലയിൽ വന്നിട്ട് ബുഗ്യാൽ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു പ്രയാണത്തെ നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്നുള്ളൊരു ടൈം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ടൈമാണ് ഗുജ്ജർ. അത് ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ഗുജ്ജർ എന്ന് പറയുന്നത് അവിടെയുള്ള ഇടയ വിഭാഗക്കാരുടെ പേരാണ് ഗുജ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ പോലെ ഇവിടെ എന്താണ്? ആട്, പശു, അങ്ങനെയുള്ള എല്ലാ കൃഷി ഇതുമുണ്ട്. ചെമ്മരിയാട്, കുതിര, അതെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ
അതിതീവ്ര ശൈത്യ ഇതുള്ള ഈ ഭാഗത്ത് നമുക്ക് യാക്ക് പോലുള്ള തോടിന് കട്ടിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളാണ് അവിടുത്തെ ഇതിച്ചുള്ളത്. ഇനി പടിഞ്ഞാറ് ഹിമാലയത്തിലെ പർവ്വത ചെരുവുകളിൽ പർവ്വത ചെരുവുകളിലുള്ള ഇതേ വിഭാഗക്കാരെ വിളിക്കുന്ന പ്രത്യേക ടീമാണ് എന്തെന്ന് പറയുന്നത്, ഗുജ്ജർ. ക്ലിയർ? അപ്പോൾ നമ്മൾ കൃഷിയും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ടൂറിസം മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പെൻഡിങ് ഉള്ളൂ. എന്താണ് ടൂറിസം? എങ്ങനെയാണ് ടൂറിസം? ആദ്യ കാലഘട്ടങ്ങളിൽ തീർത്ഥാടനം, നമ്മൾ കാശിക്ക് പോവുക അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഒരു ടൂറിസം. അപ്പോൾ പണ്ടുണ്ടായിരുന്നത് തീർത്ഥാടന ടൂറിസവും അത് മാത്രമാണ് പണ്ടത്തെ കാലത്ത് ഒരു ടൂറിസം ആയിട്ട് തുടക്കിയിട്ടുണ്ട്. 3 ഘട്ടമായിട്ടാണ് ഇവിടെ ഒരു ടൂറിസം പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നിട്ട് നമ്മുടെ ബ്രിട്ടീഷ് കാലത്ത് അവർ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ് അവിടെയുള്ള അവരുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ബ്രിട്ടീഷ് പീരീഡിൽ അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം കൊണ്ടിട്ട് ഒരു ടൂറിസം സാധ്യത അവിടെ തുടങ്ങും. അതിനുശേഷമാണ് നമുക്കറിയാം വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആരാണ്, നമ്മുടെ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹില്ലരിയും കൂടെ എന്നാണ് 1953 മെയ് 29-ന് 1953 മെയ് 29-ന് നമ്മുടെ ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹില്ലരിയും കൂടെ എന്ത് ചെയ്യാണ്, നമ്മുടെ എവറസ്റ്റിന്റെ കൊടുമുടിയിൽ എത്താണല്ലേ. അപ്പൊ എവറസ്റ്റ് കൊടുമുടിയിൽ എത്തുന്നു. അതിനുശേഷം ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഹിമാലയത്തിലോട്ടൊക്കെ ആ ഒരു ടൂറിസം ഇതും കൂടെ ഡെവലപ്മെന്റ് ആയിട്ട് അങ്ങനെ ഒരു മേഖല തുടർന്നിരിക്കുക. അപ്പോൾ 3 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞു. ആദ്യം തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട്, 2 ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട്, 3-മതായിട്ടാണ് നമ്മുടെ ടെൻസിംഗ് നോർഗയുടെ ഒക്കെ വന്നിട്ട് അവർ ഹിമാലയം കീഴടക്കിയതിന് ശേഷം ഇപ്പോൾ ധാരാളം ആൾക്കാർ ഇങ്ങനെ ഒരു സാധ്യത ഉൾപ്പെടുത്തിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകത്തിൻ്റെ നെറുകയിൽ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. നമ്മൾ ഒരു 4 ഭാഗങ്ങൾ കൊണ്ടിട്ട് എടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കാണണം, അഭിപ്രായം പറയണം. എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മകളോ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ അതും അറിയിക്കണം. നമുക്ക് അടുത്ത ചാപ്റ്റർ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് എന്തിലേക്ക് എടുക്കാം, വിശാല സമതലഭൂമിയിൽ എന്നുള്ളത് എടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഓക്കെ, ബൈ, താങ്ക് യു.